ഭഗവാൻ വിഷ്ണുവിനാലും അവനെ പരാജയപ്പെടുത്തുവാൻ കഴിയാത്തതിനാൽ ജലന്ധരൻ 3 ലോകങ്ങളുടെയും ഭരണാധികാരിയായി മാറി. ദേവന്മാർ ഒഴികെയുള്ള അദ്ദേഹത്തിന്റെ എല്ലാ പ്രജകളും ജലന്ധരന്റെ നീതിപൂർവകവും സദ്ഗുണപൂർണവുമായ ഭരണത്തിൽ സംതൃപ്തരായി. ജലന്ധരനെ പരാജയപ്പെടുത്തുവാൻ സഹായം തേടിക്കൊണ്ടവർ ശിവനെ സ്തുതിച്ചു. ശിവന്റെ ആഗ്രഹപ്രകാരം നാരദ മഹർഷി ദേവന്മാരെ സന്ദർശിക്കുവാനെത്തി. ദേവന്മാർ അവരുടെ കഥകൾ അദ്ദേഹത്തോട് പറഞ്ഞു. അവരുടെ അവസ്ഥയിൽ സഹതാപം തോന്നിയ നാരദൻ ജലന്ധരനെ സന്ദർശിക്കുവാൻ തീരുമാനിച്ചു. ആഗതനായ നാരദന് ജലന്ധരൻ ഗംഭീരമായ സ്വീകരണം ഒരുക്കി. അത് അദ്ദേഹത്തെ വളരെയധികം സന്തോഷിപ്പിക്കുകയും സ്വാധീനിക്കുകയും ചെയ്തു. ജലന്ധരന്റെ തേജസ്സിനെയും സമൃദ്ധിയെയും നാരദൻ പ്രശംസിച്ചു. എന്നാൽ ശിവന്റെ തേജസ്സുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് ഒന്നുമല്ലെന്നും നാരദൻ കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന് എല്ലാ അഭിവൃദ്ധിയും ഉണ്ടായിട്ടും ശിവന്റേതിന് സമാനമായ ഒരു പത്നി ഇല്ലാത്തതിനാൽ ജലന്ധരന്റെ അഭിവൃദ്ധി ഇപ്പോഴും അപൂർണമാണെന്ന് നാരദൻ ഓർമ്മപ്പെടുത്തി. അതിനായി ഒരു പത്നിയെ എവിടെ നിന്ന് കണ്ടെത്തുവാനാകുമെന്ന് ജലന്ധരൻ കൗതുകത്തോടെ നാരദനോട് ചോദിച്ചു. നാരദന്റെ തന്ത്രമനുസരിച്ച് നാരദൻ പാർവതിയെ പത്നിയായി സ്വീകരിക്കുവാൻ ജലന്ധരനെ ഉപദേശിച്ചു. നാരദന്റെ കെണിയിൽ ജലന്ധരൻ അകപ്പെട്ടതിനാൽ പാർവതിയെ ശിവനിൽ നിന്ന് വേർപിരിക്കാൻ രാഹുവിനെ പറഞ്ഞയക്കുന്നു.